സുരേഷ് മേനോൻ എന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ്. ഫസ്റ്റ് വീക്കിൽ വോട്ടുകൾ ഒരുപാട് കുറവായിട്ടും ആ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ആഴ്ചത്തെ ഒരു മെയിൻ എതിരാളിയായിട്ടുള്ള രതീഷ് കുമാർ വോട്ടുകൾ ഉണ്ടായിട്ടും പുറത്താവുന്നു. ഞാൻ ഈ വോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അൺഒഫീഷ്യൽ പോളുകളാണ്. എല്ലാ സീസണിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ തരുന്നത് ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളുകൾ തന്നെയാണ്. അതിലൊക്കെ രതീഷ് എത്ര മുമ്പിലായിരുന്നുവെന്നും സുരേഷ് എത്ര പുറകിലായിരുന്നുവെന്നും അതൊക്കെ ഒന്നുകൂടെ പോയി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പ്രേക്ഷക വിധിക്ക് വിരുദ്ധമായി സുരേഷ് മേനോൻ അവിടെ ഇപ്പോഴും തുടരുകയാണ്. ഒരു കണ്ടന്റും ഉണ്ടാക്കാത്ത, മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാത്ത ഒരു കണ്ടസ്റ്റന്റ്. ഹൗസിനകത്ത് കുറച്ചു പേരുടെ പിന്തുണ ഉണ്ടാക്കി എന്നല്ലാതെ സുരേഷോട് ഒരു വെണ്ടക്കയും ഈ ഒരാഴ്ച ചെയ്തില്ലായിരുന്നു. സുരേഷിന് രതീഷിന് അത്രയും വോട്ടുകളും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എങ്ങനെ പോയാലും രതീഷിന് പിന്നിൽ തന്നെയായിരിക്കും. ലാലേട്ടനൊപ്പം അഭിനയിച്ച 60 ഹിന്ദി സിനിമകളിൽ ഒക്കെ അഭിനയിച്ച ഭയങ്കര ആക്ടർ ആയതുകൊണ്ടാണോ ഇനി സുരേഷ് മേനോനെ പുറത്താക്കാൻ ബിഗ് ബോസിന് ഒരു ഏനക്കേട്? രതീഷിനെ പുറത്താക്കാൻ കാരണം ഇദ്ദേഹവുമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കുമോ? രണ്ടിലേതാണേലും ബിഗ് ബോസ് പ്രേക്ഷകരെ നല്ല രീതിയിൽ പൊട്ടന്മാരാക്കി ഉഡായിപ്പിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. വോട്ടിംഗ് ഒന്നും ഒരു ക്രൈറ്റീരിയ അല്ല അവർക്ക് ഒരാളെ പുറത്താക്കാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സുരേഷ് മേനോനൊക്കെ ഇപ്പൊ കിട്ടുന്ന ഈ ഒരു പ്രിവിലേജ് അത്രയും കണ്ടന്റുകൾ തന്ന രതീഷിന് കിട്ടാതായത്. അതേപോലെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ്, രതീഷിനെ എവിക്ട് ചെയ്യുവാണെങ്കിൽ ബിഗ് ബോസിന് എപ്പോ ആവശ്യം വരുന്നോ അപ്പൊ തിരിച്ചു വിളിക്കാം. ഇജക്ട് ചെയ്താൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബിഗ് ബോസിനും അറിയാം അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു കണ്ടന്റ് ദാരിദ്ര്യത്തെ കുറിച്ച്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുകയാണ് ഇന്നലെ ആ ഒരു എവിക്ഷന് ശേഷം. എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുവെങ്കിലും എല്ലാരും മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ഒരു എവിക്ഷൻ തന്നെയാണ്. രതീഷ് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കണമെന്നാണ്. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്